إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താമസിക്കുവാൻ ഒരു വീട്, അത് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്: അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം നൽകിയ, ഞങ്ങൾക്ക് മതിയായ വിഭവങ്ങളൊക്കെ നൽകിയ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് നൽകിയ റബ്ബിന് സർവസ്തുതിയും. എത്രയെത്ര ആളുകളാണ് അവർക്ക് ആവശ്യത്തിന് വിഭവങ്ങളില്ല, താമസിക്കാൻ ഒരു വീടുമില്ല. അപ്പോൾ താമസിക്കാൻ ഒരു വീട് അല്ലാഹു നൽകുക എന്നുള്ളത് വലിയ നിഅമത്താണ്. കാരണം വീട് സമാധാനത്തോടെ, ശാന്തിയോടെ നമുക്ക് ചെന്ന് ചേരാനുള്ള സ്ഥലമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വീട് എന്ന് പറയുന്നത് എന്തെന്നില്ലാത്തൊരു സമാധാനവും ശാന്തിയുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കനാ. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സമാധാനം തന്നിരിക്കുന്നു, ശാന്തി തന്നിരിക്കുന്നു, താമസിക്കാനുള്ള സൗകര്യം തന്നിരിക്കുന്നു. അപ്പോൾ വീട് വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തോട് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്? അതേപോലെ തന്നെ ആ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകൾ ആ വീട്ടിൽ ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ വീട് ജീവിതമുള്ള, അല്ലെങ്കിൽ ജീവനുള്ള വീടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഹദീസിൽ കാണാം: മസലുൽ ബൈത്തുല്ലദീ യുദ്കറുല്ലാഹു ഫീ വല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീ കമസലിൽ ഹയ്യി വൽ മയ്യിതി. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വീടും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു വീടും തമ്മിലുള്ള വ്യത്യാസം കമസലിൽ ഹയ്യി വൽ മയ്യിതി. ജീവിച്ചിരിക്കുന്ന ഒരാളും മരിച്ച ഒരാളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതുപോലെയാണ് എന്നാണ്. അവിടെ ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറഞ്ഞത്, മസലുൽ ബൈത്ത് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വീട്, ഉപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളുമൊക്കെ പടച്ചറബിനെ പേടിച്ച് ജീവിക്കുന്ന, ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, ദിക്റുകൾ ചൊല്ലപ്പെടുന്ന ഒരു വീട്. ആ വീട്ടിലാണ് ജീവനുള്ളത്, ആ വീട്ടിലാണ് ജീവിതമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീടുകളിൽ വെച്ചുള്ള നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇദാ ഖദാ അഹദുകുമുസ് സ്വലാത ഫീ മസ്ജിദി ഫലിയജ്അൽ ലി ബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ. നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ വെച്ച് നിർബന്ധ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നമസ്കാരം വീട്ടിലേക്ക് മാറ്റണം. ഇത് നാം കുടുംബത്തോടു കൂടി താമസിക്കുന്ന വീടാണെങ്കിലും, വിദേശങ്ങളിലാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ മുറികളാണെങ്കിലും അതും വീട് തന്നെയാണ്. സുന്നത്ത് നമസ്കാരം നമ്മുടെ വീട്ടിലേക്ക് മാറ്റുക. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു: വീട്ടിൽ വെച്ച് നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങളുടെ നമസ്കാരത്തിലൂടെ ആ വീട്ടിൽ അല്ലാഹു ഖൈർ നൽകും.
നമസ്കാരത്തിലൂടെ വീട്ടിൽ ഖൈറുണ്ടാവുന്നത് എങ്ങനെയാണ്? അത് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നബിയെ, താങ്കൾ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയണം. താങ്കളും നമസ്കാരത്തിൽ ക്ഷമയോടുകൂടി നിലകൊള്ളണം. ഞാൻ നിങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ നൽകുന്നതാണ്. അപ്പോൾ നമസ്കാരത്തോട് ബന്ധപ്പെടുത്തിയാണ് റിസ്ഖിനെ കുറിച്ച് പറഞ്ഞത്. നമസ്കരിക്കുന്ന ആളുകളുള്ള വീടുകളിൽ ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യമുണ്ടാവുകയില്ല. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളിൽ ഹയാത്തുണ്ടാകും, ജീവിതമുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ദീന് ചർച്ച ചെയ്യുന്ന ഒരു വീടായി മാറണം നമ്മുടെ വീട്. അതേപോലെ തന്നെ വീട്ടിൽ ബറക്കത്ത് ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം. ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് സലാം പറയണം. അത് അള്ളാഹുവിൽ നിന്നുള്ള അഭിവാദ്യമാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്, ഏറ്റവും നല്ലതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലുള്ളവർക്ക് സലാം പറയണം. നിനക്കും നിൻ്റെ വീട്ടുകാർക്കും അതിൽ ബറക്കത്തുണ്ട്. സലാം പറയുന്നതിൽ ബറക്കത്തുണ്ട്. അത് നൽകുന്നവൻ അള്ളാഹുവാണ്. നമുക്കറിയില്ല അതെങ്ങനെ സംഭവിക്കുന്നു. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീട്ടുകാരോട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി സലാം പറയുന്ന ഒരാൾ ആ വീട്ടിൽ സമാധാനമുണ്ടാവാനുള്ള എല്ലാ വഴികളിലും ആത്മാർത്ഥമായി പ്രവേശിക്കുകയും ചെയ്യും. വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാൾ ജാഗ്രത പാലിക്കും. സമാധാനമുണ്ടാകുന്ന കാര്യങ്ങളിൽ അയാൾ താല്പര്യം കാണിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും അസ്ലിയായ സലാം, അഭിവാദ്യമെന്ന് പറയുന്നത്. അതിലൂടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. വീട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ മിൻ അഹ്ലി ബൈത്തിൻ യതവാസലൂന ഫയഹ്താജൂൻ. ഏതൊരു വീട്ടിലുള്ള ആളുകളാണോ പരസ്പരം ബന്ധം നിലനിർത്തുന്നത്, ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവില്ല, മറ്റു പ്രയാസങ്ങളുണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ നിരന്തരം അന്വേഷിക്കുകയാണ്. എന്താണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം, എൻ്റെ അനുജൻ്റെ കാര്യം, എൻ്റെ പെങ്ങളുടെ കാര്യം എന്താണ്, എൻ്റെ മക്കളുടെ കാര്യം എന്താണ്, എൻ്റെ ഭാര്യയുടെ ആരോഗ്യം, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ, എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ കാര്യം എന്താണ്. അതാണ് യതവാസലൂൻ. തവാസുല് വേണം. പക്ഷേ ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ അത് കവർന്നെടുക്കുകയും നമ്മുടെ ബന്ധങ്ങൾ ആരൊക്കെയോ ആയിട്ടാണ്, കുടുംബവുമായിട്ടില്ല. ഭാര്യ അടുത്തുണ്ട്, മക്കൾ അടുത്തുണ്ട്, മാതാപിതാക്കൾ അടുത്തുണ്ട്, പക്ഷേ നാം ഏതോ നാട്ടിലുള്ളവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ നടക്കുന്നില്ല, വീട്ടിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അത് പാടില്ല. വീട്ടിലുള്ളവർക്ക് ഏറ്റവും ആവശ്യമായ സമയം അത് കൂടുതൽ വീട്ടിലുള്ളവർക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ മൻ യഊൽ. ഒരു മനുഷ്യന് പാപം ലഭിക്കാൻ ഇത് മാത്രം മതി. താൻ ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്, അവരുടെ കാര്യം അന്വേഷിക്കാതിരിക്കുക എന്നുള്ളത്, അവരുടെ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത്. മറിച്ച് പലപ്പോഴും വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങുന്നു ഉപ്പ, പിതാവ്, ഭർത്താവ്, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ വീട്ടിലുള്ളവരുടെ കാര്യം അന്വേഷിക്കുകയല്ല, വീണ്ടും മൊബൈൽ ഫോൺ തുറന്നു നോക്കി ഫുൾ ടൈം ആ മൊബൈൽ ഫോണിലാണ്. വീട്ടുകാരുടെ കാര്യം അന്വേഷിക്കുന്നേയില്ല. അത് പാപത്തിന് കാരണം അത് തന്നെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വീട്ടിലുള്ള നമ്മുടെ മക്കളോട്, ഇണകളോടൊക്കെ സൗമ്യമായി പെരുമാറണം. സൗമ്യമായ പെരുമാറ്റമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ. അള്ളാഹു സൗമ്യ സ്വഭാവമാണ് ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു റഫീഖാണ്, ദയ കാണിക്കുന്നവനാണ്. യുഹിബ്ബുർ റിഫ്ഖ, ദയാവായ്പോടുകൂടി പെരുമാറുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈതിഹി ഖൈറാ അദ്ഖല അലൈഹിമുർ റിഫ്ഖ്. അള്ളാഹു ഒരു കുടുംബത്തിന് ഖൈർ ഉദ്ദേശിച്ചാൽ അവർക്ക് സൗമ്യമായ സ്വഭാവം അള്ളാഹു നൽകും. കടിച്ചു കീറുന്ന സ്വഭാവമാണ് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തെറ്റാനുള്ള കാരണം എന്താണ്? സൗമ്യമായ പെരുമാറ്റം ആർക്കും അറിയില്ല, എല്ലാവർക്കും പൊട്ടിത്തെറിക്കാനേ അറിയുള്ളൂ. മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണങ്ങാനുള്ള കാരണം എന്താണ്? സൗമ്യമായി പെരുമാറുന്നില്ല ആരും. അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ വീട്ടിൽ ഖൈറിനെ കൊണ്ടുവരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ധനം ചെലവഴിക്കുന്ന വിഷയത്തിലെ ഡിസിപ്ലിൻ, അച്ചടക്കം, സൂക്ഷ്മത, അത് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദൂർത്തടിക്കുന്നവരായി നാം നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും മാറ്റാൻ പാടില്ല.
പക്ഷേ ഇന്ന് ഭർത്താവിൻ്റെ ഉപ്പയുടെ വരുമാനം എന്താണ് എന്ന് നോക്കാതെ ചെലവഴിപ്പിക്കുന്ന മക്കളും ഇണകളുമാണ് വീടുകളിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിയൂഫിഖു ദൂ സഅതിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്. അല്ലാഹു കഴിവ് നൽകിയവർ ആ കഴിവിൽ നിന്ന് ചെലവഴിക്കട്ടെ. എന്നാൽ അല്ലാഹു കഴിവ് കുറച്ച് നൽകിയ ആളുകൾ അതിൽ നിന്ന് ചെലവഴിച്ചാൽ മതി, അതിൻ്റെ അപ്പുറം നിങ്ങൾ ചെലവഴിക്കരുത്. എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചെലവഴിപ്പിക്കുകയാണ്. എന്തിനും ഏതിനും പാർട്ടി, എന്തിനും ഏതിനും ചിലവ്. മക്കൾ ചിലവ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പാർട്ടിയുണ്ട്, ഇങ്ങനെ പാർട്ടിയുണ്ട്, സ്കൂളിൽ ആ പാർട്ടിയുണ്ട്, കൂട്ടുകാരുമായി വേറെ, ഏറ്റവും അടുത്തവരുമായി വേറെ, ഇങ്ങനെ ഒരുപാട് പാർട്ടികൾ. അതേപോലെ തന്നെ അനാവശ്യമായ സൽക്കാരങ്ങൾ. ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത് പോലും ഒരുപാട് ചെലവുകളുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു. വിവാഹ നിശ്ചയം ഒരുപാട് ചെലവുകളുള്ള കാര്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയത്തിലും ചെലവഴിപ്പിക്കുക തന്നെ. അങ്ങനെ കടം വാങ്ങി ആ വീടിൻ്റെ എല്ലാ ഹൈറുകളും ബറക്കത്തുകളും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അതുണ്ടാവാൻ പാടില്ല. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ മിത്രങ്ങളാണ്. നല്ല നിലക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അച്ചടക്കമുള്ള ഒരു കുടുംബമായി മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്ന മിൻ യുംനിൽ മർഅ തൈസീറു ഖിത്ബതിഹാ വസദാഖിഹാ. ഒരു നല്ല സ്ത്രീയുടെ അടയാളം, അവളിൽ നന്മയുണ്ട്, ബറക്കത്തുണ്ട് എന്നതിൻ്റെ അടയാളം അവളുടെ വിവാഹാലോചനയും വളരെ എളുപ്പമായിരിക്കും, അവളുടെ മഹറും വളരെ ലളിതമായിരിക്കും. ലളിതമായ വിവാഹ ചടങ്ങുകൾ, ലളിതമായ മഹർ, അതിലാണ് ബറക്കത്തുള്ളത്. എന്നാൽ പലരും വിചാരിച്ചത് മറ്റുള്ളവരെ തോൽപ്പിക്കുമാറ് വമ്പിച്ച സംഭവവും സമ്മേളനവുമാക്കി മാറ്റിയാലേ വിവാഹത്തിലൊക്കെ വലിയ കാര്യമുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവരുടെ വീട്ടിലോ ആ കുടുംബ ജീവിതത്തിലോ പലപ്പോഴും ബറക്കത്തുണ്ടാവാറില്ല. എന്നാൽ വളരെ ലളിതമായ വിവാഹ ചടങ്ങുകൾ നടത്തി വിവാഹം കഴിക്കുന്ന ആളുകളുടെ വീട്ടിൽ ആ ഭാര്യയും ഭർത്താവും ഒക്കെ വളരെ സമാധാനത്തിൽ കഴിയുന്നതും കാണാം. ബറക്കത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകട്ടെ. വീടെന്ന മഹാ അനുഗ്രഹത്തെ നിലനിർത്താൻ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വീടിൻ്റെ ബറക്കത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് ധാരാളം മക്കളുണ്ടാവുക എന്നുള്ളത്. മക്കളും റിസ്ഖും ബന്ധപ്പെട്ട് നിൽക്കുന്നു, പരസ്പരം പൂരകങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദതൻ വറസഖക്കും മിനത് തയ്യിബാത്ത്. നോക്കൂ, നിങ്ങൾ ആ ചേർത്ത് പറഞ്ഞത്. അല്ലാഹു നിങ്ങൾക്ക് മക്കളെ നൽകി, പേരക്കുട്ടികളെയും നൽകി, നല്ല നല്ല ഭക്ഷണവും നൽകി. കുട്ടികൾ കൂടുന്നതിനനുസരിച്ച് റിസ്ഖ് അല്ലാഹുവിൽ നിന്ന് കൂടും. ഏതുപോലെ നമ്മുടെ റേഷൻ കാർഡിൽ പേര് കൂടുന്നതിനനുസരിച്ച് കിലോ കൂടുതൽ കിട്ടും. അതൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ റഹ്മാനായ റബ്ബ് കൂടുതൽ മക്കളുണ്ടെങ്കിൽ കൂടുതൽ റിസ്ഖ് തരും എന്നാണ് പറയുന്നത്, അല്ലാതെ കുറച്ച് കളയും എന്നല്ല. പലരും ധരിച്ചത് കുട്ടികൾ കൂടിയാൽ അള്ളാഹു 2-3 കുട്ടികൾക്കുള്ള റിസ്ഖേ നമുക്ക് തരൂ, 5 കുട്ടികളുണ്ടായാൽ പിന്നെ പട്ടിണിയാണ് എന്നാരോ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, ധാരാളം മക്കളുണ്ടാവട്ടെ. പലരും കല്യാണം കഴിച്ച് മക്കളുണ്ടാകാൻ ശ്രമിക്കുന്നില്ല, അതും തെറ്റാണ്. ഉലമാക്കൾ പറയുന്നത് ഒരാൾക്ക് നല്ല ഒരു കൃഷിഭൂമിയുണ്ട്, അത് നല്ല വിളവ് നൽകുന്നതുമാണ്. പക്ഷേ അയാൾ കൃഷി ചെയ്യുന്നില്ലെങ്കിലോ അയാൾ അധിക്ഷേപാർഹനാണ്. അതേപോലെ തന്നെയാണ് ഇണകളുടെ കാര്യം. ഖുർആൻ ഉപയോഗിച്ച പദം എന്താണ്? നിസാഉക്കും ഹർസുൽ ലക്കും. നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. അതുകൊണ്ട് തന്നെ മക്കളുണ്ടാവണം, ധാരാളം മക്കളുണ്ടാവട്ടെ. ഇനി ചിലർക്ക് മക്കളുണ്ടാവുന്നില്ല എങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ ഒരുപാട് ഡെവലപ്ഡാണ്. ചികിത്സിക്കണം. 1-2 തവണ ശ്രമിച്ചു പിന്നെ വേണ്ട എന്ന് വെക്കരുത്. പിന്നെയോ അവർ ചികിത്സിക്കട്ടെ, റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. അമ്പിയാക്കളുടെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ടത് മക്കളെ വേണം, മക്കളെ വേണം. ഇതാണ് അമ്പിയാക്കളുടെ പ്രാർത്ഥന. അതുകൊണ്ട് നന്നായി ചികിത്സിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും സന്താനങ്ങളെ നൽകുന്നതാണ്. ഇനി തൻ്റെ ഇണകളിൽ ഒരാൾ തീരെ പ്രസവിക്കില്ല എന്നാണ് പറയുന്നതെങ്കിലോ, പ്രസവിക്കുന്ന അവളെ നിലനിർത്തിക്കൊണ്ട് തന്നെ
പ്രസവിക്കുന്ന മറ്റൊരാളെ അവർ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അതിലൂടെ മക്കളുണ്ടാവട്ടെ. അത് ആദ്യത്തെ ഭാര്യയ്ക്കും പിന്നീടുള്ള ഭാര്യയ്ക്കും അതൊരു കൺകുളിർമയാകട്ടെ. തൻ്റെ ഭർത്താവിലൂടെയുള്ള തൻ്റെ മക്കളാണ്. അങ്ങനെ കാണാൻ സാധിക്കണം, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം. അങ്ങനെ മക്കളുണ്ടാവട്ടെ. ഇനി ഒരു വ്യക്തി അതാ നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുമുണ്ട് എങ്കിൽ 2, 3, 4 വരെ കല്യാണം കഴിക്കട്ടെ. ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ. 2, 3, 4 കല്യാണം കഴിക്കട്ടെ, ഒരുപാട് മക്കളുണ്ടാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, മാ അതസവ്വജു ഇല്ലാ ലി അജ്ലിൽ വലദി. ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ മക്കളുണ്ടാവാനാണ്, മക്കൾ വേണം, ഞാൻ അതിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം മക്കളുണ്ടാവുക, അവരെയൊക്കെ തൗഹീദുള്ളവരാക്കി വളർത്തുക, നല്ല മനുഷ്യരാക്കി വളർത്തുക, സൊസൈറ്റിക്ക് നന്മയുണ്ടാവുക. നമ്മുടെ മരണശേഷവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ നല്ല മക്കളുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഗനീമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.